ഉണ്ടടാ ഉണ്ട്. ആ ദേവിക്കൊരു ശക്കല നീള കൂടുതലുണ്ട്. ഇതൊരു മെഗാ സീരിയലൊന്നല്ലോ, ഒരു ദേവിയല്ലേ. അത് ശകലം നീണ്ടു കിടന്നോട്ടെ. ജയേട്ടൻ പോയി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിമ്മതി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിനല്ലേ ഇപ്പൊ തിരിച്ചു വന്നത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെന്താ ഒരു ശകലം ബാക്കിണ്ടായിരുന്നു. ഏയ് ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധിക. എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് തന്നേക്കടാ. ദേ, ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണ തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. ആ വേല എന്റെ അടുത്തോടൂല. കിടന്നുറങ്ങാൻ നോക്കടാ. എന്നാ ശരി. ഓ കിടക്കടാ. മനുഷ്യനോട് അതെ. ശുഭരാത്രി. ഒരു 50 ലക്ഷം രൂപ തന്നാലോ? അവളെ എനിക്ക് വിട്ടുതരുമോ? ഹരിനാരായണ, ഈ വക തമാശ ഒന്നും വേണ്ടാന്ന് നിന്നോട് പറഞ്ഞല്ലേ. നാളെ നേരം വെളുത്താൻ ഞങ്ങളുടെ കല്യാണമാ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. നാളെ നേരം വെളുത്താലല്ലേ കല്യാണം? നേരം വെളുത്തില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് സോറി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോറി. നന്നായി വരിക. നന്നായി വരിക. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? ആ, പുറത്ത് ജയകൃഷ്ണൻ വെച്ചെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ, എടാ പൊന്നപ്പാ. എന്താ സാറേ? ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ?
പൊക്ക് പൊക്ക്. നിനക്ക് ഇവിടെ ചത്തതാരാണെന്ന് അറിയണമല്ല? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. എപ്പോ? Just 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. ഹോം ക്രീം ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കൂടാ. ചത്തവരാരെങ്കിലും നടന്നു പോവാടാ തെണ്ടി. കേറ്റുസ്മി അല്പം പഞ്ഞുകൊണ്ട് എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ഓ, ചീഞ്ഞനേക്കാൾ മാറ്റി ഇപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. തലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. പൊന്മകൾ വന്ന പൊരുൾ കൂടി തന്ന ലാ 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 ലീന. ഹരിനാരായണ, ഹരിനാരായണ. ഹരിനാരായണ, നിന്റെ പെണ്ണിന് കുട്ടിക്കാലം മുതൽ നീ സ്നേഹിച്ചതിന്റെ പുറപ്പെട്ടിന് നീ എനിക്ക് വിട്ടു തന്നില്ല. എന്നെ അവളുടെ കല്യാണം നീ നടത്തി തന്നില്ല. ഈ കടപ്പാടൊക്കെ നിനക്കാണ് തീർക്ക. എന്നിട്ട് ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും ഏറ്റുമുട്ടും. ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടി. ജയകൃഷ്ണൻ ഇപ്പോ 25 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. 25 lakhs. ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1 കോടി രൂപ നേടാൻ വെറും 2 ശരി ഉത്തരങ്ങൾ മാത്രം. ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതേ കാര്യം അറിയാൻ വേണ്ടി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി പിന്നെന്ത് സംഭവിച്ചു? വാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്കങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കോളിയെ തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാജുവിനോട് പാല് കൊണ്ടുവരാൻ പറയൂ. ജേട്ടാ, ഇതെവിടെ പോണം? അല്ല, ഞാൻ ഈ പാല് അല്ലല്ല ബാത്റൂം പോവാ. അതിന് അടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്നെന്തോ ഓർത്ത് നടന്നപ്പോ. അവിടെ പോയി ഇരുന്നോളൂ, ഞാനങ്ങ് വന്നേക്കാം. ഏയ് ഒന്നുമില്ല. കോപ്പ് നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ 1 ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ചിന്. നിനക്കിത് എന്ത് പറ്റിയടാ മോനെ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയിലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ ഈശ്വര. എനിക്ക് ഒരു ആപത്തും വരില്ല. ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. ഗീത വന്നില്ലായിരുന്നോ? വന്നല്ലോ. ഇത് ഞാൻ കണ്ടേയില്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ
അത് നന്നായി കാണാനാ. സന്തോഷം. ആ, ഇതെന്തായത്? ആ, सोचा राजकुमारी सोचा लाना नारी तननी नानी. ഹരിനാരായണ, ദാ, പാല്. മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാല് ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല, ഉണ്ട് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ എന്താ പറയണ്ടേ? കൊണ്ടുവാ. ആ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യചുംബനം. അതവൾക്ക് രാധികയ്ക്ക്. ഹലോ ഹലോ ഹലോ, ഹലോ. ഡോക്ടർ റസിയുടെ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി. മോശം. ഇനി റസിയാടെ ചങ്ങാതിമാരാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങളാ ഫോൺ എടുക്ക്. ആ ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കി അഡ്രസ് പറഞ്ഞോളി. ഓളുടെ കല്യാണക്കുറി എഴുതുക. ഒരെണ്ണം നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ പിന്നെ അയക്കാം, ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ. എന്താ കാര്യം? ആവോ, ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. റസിയ, അനക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ ഭ്രാന്തടകി. അതെ, അവൻ ഭ്രാന്തനാ, മുഴുഭ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ! കല്യാണത്തിന് മുമ്പൊന്ന് സൊള്ളുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരീ ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവളാ അവള്. അവള് തെങ്ങാനും അറിഞ്ഞ അപ്പൊ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാൾ ആ മുറിയിൽ നിന്ന് മാറ്റ്. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഓ, താടിക്ക് മാത്രമുണ്ട് 100 കിലോ. ആരാ? രാധികേ, ഫസ്റ്റ് നൈറ്റിന് ടൈം ആയിട്ടില്ല. നീ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്. പോയി കുളിച്ചിട്ട് വാ. ചെല്ലെ. ഞാനിപ്പോ കുളിച്ചേള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ. നിന്നെ തന്നെയാ. ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ലെ. താങ്ക് യു. ജേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാനിപ്പോ അടിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെൽ ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകഥ ഉണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കില്ല. ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജേട്ടനെന്തൊരു ശബ്ദം ഉണ്ടാക്കണേ?
കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ ചേട്ടൻ കൂർക്കം വലിക്കൂ. വലിച്ചു പോകും. രാധികേ, രാധികേ, രാധികേ. എന്താ ചേട്ടൻ എന്താ പറ്റിയ? മിമിക്രി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ചേട്ടാ ചേട്ടാ അയ്യോ എന്താ ചേട്ടാ? എന്താ വെള്ളം വേണോ? എന്താ ചേട്ടാ വെള്ളം വേണോന്ന്? തെണ്ടി ശരിയാക്കി തരടാ. എന്റെ കൈ. നിന്നെ നിന്നെ ഞാൻ ശരിയാക്കി തരടാ. കൂടെ മാറാം. ചേട്ടാ ചേട്ടാ വാതിൽ തുറക്ക്. രാധികച്ചി. മോളെ ചേട്ടാ വാതിൽ തുറക്ക്. മോളെ രാധികേ. അയ്യോ എന്ത് പറ്റി മോളെ? മോളെ മോളെ രാധികേ. ഒന്നുമില്ല. രാധികേ. പേടിക്കണ്ട അയ്യോ, പേടിക്കണ്ട. ആരും കരയണ്ട. ഒന്നുമില്ല. മോളെ രാധികേ രാധികേ മോളെ കണ്ണു തുറക്ക്. മോളെ എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? അത് അച്യുതാ വണ്ടി എടുക്ക. എന്തോ ഒച്ച കേട്ടത്? എന്ത് പറ്റി ചേട്ടാ? പൊന്നപ്പാ, കട്ടിലിന്റെ ഇടയിൽ ഒരു പീസ് കിടപ്പുണ്ട്. അതിനെത്രയും പെട്ടെന്ന് മുറിയിലെടുത്ത് മാറ്റിയതേ. അല്ല ഈ ബാബ ദൈവമേ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ നീ ഒരു സുന്ദരിയാടി. സുന്ദരിയല്ല സുന്ദരനാ. അതെ സുന്ദരൻ. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിക്ക് സുന്ദരൻ എന്ന് പേരിടാം. ഹരിനാരായണോ പോയി? സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാൻ പിടിക്കാം. അവനെ ആ മുറിന്ന് മാറ്റിയോ? അല്ല അയാൾ അങ്ങനെ അതിനകത്ത് വന്നു. രാധികയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് മണികറ കയറി ഇരിക്കുകയായിരുന്നടാ. എന്റെ ഈശ്വരൻ ഇനി എന്താ ചെയ്യാ? ആ സാധനം അവിടെ. ഞാൻ ചുമന്ന് കൊണ്ടുവന്ന വരാന്റെ കിടത്തിയുണ്ട്. ഇനി ഒരുപാട് ചുമക്കേണ്ടി വരും. വാ എടുത്തോ, നിന്റെ മുറി കിടത്താം. അവിടെ തന്നെ കിടത്തണോ? എന്തൊരു ഭാരം. ഒരു കാട്ടുപോത്തിന്റെ വെയിറ്റ് ഉണ്ട് ഈ പണ്ടാറത്തിന്. പൊന്നപ്പ,
ഇതാരാടാ? എന്റെ അമ്മോ, ഇത് ലവനാ, മറ്റേ എക്സാഭ്രാന്തൻ. ഞാൻ എന്റെ കേസ് സാറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കണ കണ്ടത്. എന്നിട്ട് ചീയനേക്ക് മുമ്പ് ഞാൻ അതിന് തെക്കനേന്ന് കുഴിച്ചിട്ട് ലവിടെ. അയ്യോ എടാ നിന്നെ ഞാൻ അയ്യോ വേണ്ട. പൊന്നപ്പാ തെരയടാ. ആ ലോനപ്പാ, തല ലവിടെ, ലുടൽ അതിന്റെ ലപ്പുറത്താട്ടോ. ചവിട്ടി എവിടെയല്ലേ? പൊന്നപ്പാ വേഗം മാന്തടാ. രണ്ടുപേർ ചെമ്മല്ലന്മാരെ തെരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു പ്രാന്തനെ തെരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ടാണ്. മരിച്ചെന്നുണ്ടെങ്കിൽ ഇയാളെ പൊക്കണ്ടോ? രസണ്ടോ? ശ്വാസം ഉണ്ടാ. രാധികേ രാധികേ നേരം വിളിക്കുന്നവരെ നീ പണ്ടാരത്തിന് കാവലിരുന്നോളാം. ഞാനൊന്ന് മണിയറയിലേക്ക് ചെല്ലട്ടെ. രാധിക കാത്തിരിക്കുന്നുണ്ടാവും. ഇയാളെങ്ങനെ പാതിരക്ക് എണീച്ചാലോ? എന്ത് പ്രശ്നം ഉണ്ടായാലും നീ മാനേജ് ചെയ്തോളാം. പക്ഷെ ഒച്ച മാത്രം പുറത്തു കേൾക്കരുത്. എന്റെ കഴുത്തെ പിടിച്ചേക്കാലോ? കഴുത്തെ പിടിച്ചേക്ക് ഒച്ച വെച്ചോ, ശബ്ദം പുറത്തു കേൾക്കില്ല. ആ രാധികേ സോറി, റോങ് നമ്പർ. രാധികയല്ല, ഭാസ്കരനാ. കുഴപ്പമില്ല, ഏതായാലും വന്ന പ്രോഗ്രാം നടക്കട്ടെ. എനിക്കട പ്രാന്ത. താല്പര്യമില്ല. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് ഇനി വന്നാണ്ടല്ലോ. എന്നെ സാറിന് പേടിയാണെങ്കിൽ ആ കൊലപാതകി ഹരിനാരായണ പ്രാന്തന സാർ അത്രമാത്രം പേടിക്കണം. കൊലപാതകിയോ? അതെ സാറേ, അവൻ ആശുപത്രിയിൽ വെച്ച് ഒരു ഗാർഡിനെ കൊന്നിട്ടുണ്ട്. എന്തിനാ കൊന്നത്? അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴേ നോർമലായി പോയേനെ. നാട്ടുകാരെന്നെ പ്രാന്താന്ന് വിളിച്ചോ? എന്തായാലും ആ ശവത്തിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഹലോ, ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു ഇന്റർവെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതാ.